ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏഷ്യസ് ക്രിയേഷൻസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് പച്ചമാങ്ങ ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് കുറേ പേർക്കൊക്കെ അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും, എങ്കിലും അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ ബ്ലാക്ക് കസ്കസ് സോക്ക് ചെയ്ത് വയ്ക്കണം. അതിനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ കസ്കസ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇനി ഇതിനാവശ്യമായിട്ടുള്ളതൊരു പച്ചമാങ്ങയാണ്. ഇനി ഈ പച്ചമാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. ഇനി മാങ്ങ കഷ്ണങ്ങൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഈ മാങ്ങയുടെ പുളിക്കൊക്കെ അനുസരിച്ച് പഞ്ചസാരയിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ്. അതുപോലെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചും വ്യത്യാസം വരുത്താം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി വെള്ളം കൂടി ചേർക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. മധുരമൊക്കെ പാകത്തിനുള്ള മധുരമാണ്. ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടതിന് ശേഷം ഒഴിക്കുകയാണെങ്കിൽ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടാവും. അതുപോലെ ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വെള്ളം നല്ല തണുത്ത വെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് സോക്ക് ചെയ്ത് വെച്ച കസ്കസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അളവിലാണ് ഇൻഗ്രീഡിയൻസ് എടുക്കുന്നതെങ്കിൽ ഇതുപോലത്തെ 2 ടോൾ ഗ്ലാസ് ജ്യൂസ് കിട്ടും. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.